ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ വരാൻ പോകുന്ന 2026 ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എക്സാം എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. സോ ഇൻ കേസ് ആ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിൽ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇനി പഠിക്കാൻ പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന വർഷവും നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് അടുത്ത വർഷത്തേക്കുള്ള ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം നടന്ന എക്സാംസിൽ വിചാരിച്ചോട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു കംപ്ലീറ്റ് സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ ഈ ഒരു വീഡിയോയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് എന്തൊക്കെ വേണം നമുക്കറിയാം. മറ്റേ പോലെ അത്ര വൈഡ് അല്ലെങ്കിൽ അത്ര ഡീപ്പുള്ള ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ള സംശയമൊക്കെ പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ എക്സാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് വന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സബ്ജക്ട്സ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എന്ന് പറഞ്ഞ് പല പല റെക്കോർഡ്സ് നിങ്ങൾ കാണും. അതിലൊക്കെ പൊളിറ്റിക്സ് എടുത്താലും എക്കണോമിക്സ് എടുത്താലും ഒന്നോ രണ്ടോ ടോപ്പിക്സ് മാത്രമേ കൊടുത്ത് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ കാണും. ഒരിക്കലും നിങ്ങൾ ഈ സൈറ്റുകൾ കാണുന്ന അങ്ങനത്തെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു മിനിമം ലെവൽ നമ്മുടെ റെയിൽവേ റോഡ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് ഓരോന്നിനും പഠിക്കേണ്ടെന്നുള്ള ടോപ്പിക്സ്, അത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വരിക, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ എഴുതി നിങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വർഷം തന്നെ നിങ്ങൾ ആ ഒരു ബേസ് വെച്ചുകൊണ്ട് അല്ലേ, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്കുണ്ട്. ആ ബേസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫ്രഷേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം നേരത്തെ നമുക്ക് സിലബസ് കവർ ചെയ്തിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം CBT ഒറ്റ ലെവലേ നമുക്ക് വരുന്നുള്ളൂ. CBT ലെവൽ എക്സാം ഒരു എക്സാമേ നമുക്ക് വരുന്നുള്ളൂ. ടയർ 1 എക്സാം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സോ ആ ഒരു എക്സാം നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ 100 മാർക്സിനാണ് അല്ലേ. ടോട്ടൽ 100 മാർക്കിന്, അതായത് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും കാണും, 100 മാർക്കും കാണും. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം വരുന്നത് അല്ലേ. അപ്പോൾ 100 മാർക്കിന്റെ ഒരു എക്സാം മാത്രമേ CBT 1 നിങ്ങൾക്ക് വരുന്നുള്ളൂ. അതിനുശേഷം മറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. സോ റിട്ടൺ എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടയർ 1 എക്സാം മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കുക. അറിയാവുന്ന പോലെ തന്നെ സയൻസ് 25 മാർക്കിന് വരും. ജനറൽ സയൻസ് 25 മാർക്കിനാണ് വരുന്നത്. മാത്സും നിങ്ങൾക്ക് 25 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് 30 മാർക്കിനും വരും. ഓക്കെ, റീസണിങ് പാർട്ട് നിങ്ങൾക്ക് 30 മാർക്കാണ് വെയിറ്റേജ് വരിക. ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിങ്ങൾക്ക് 20 മാർക്സും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ എക്സാം ഒക്കെ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ജനറൽ അവയർനെസിന്റെ ആ ഒരു സെക്ഷനിൽ 20 മാർക്കിൽ ഏകദേശം 15 മാർക്കിൽ കൂടുതൽ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് ഡിയുടെ കേസിൽ ഇപ്പോഴത്തെ എക്സാം എഴുതിയവർ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അത് ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന NTPC ആണെങ്കിലും മറ്റ് എക്സാംസ് ആണ് എന്നുണ്ടെങ്കിലും ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ തന്നെ ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള എക്സാംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും. അതിനകത്ത് മറ്റ് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാംസിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓർത്തിരിക്കുക. ദെൻ നമുക്ക് വരുന്നത്, അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം വെയിറ്റേജ് വരുന്നത് ഏതിനാണ്, റീസണിങ്ങിനാണ്. അതിനുശേഷം ജനറൽ സയൻസും മാത്സും ആണ്. അപ്പോൾ മാത്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ആദ്യം നോക്കുക. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വി ഹാവ് നമ്പർ സിസ്റ്റം പഠിക്കണം അല്ലേ. നമ്പർ സിസ്റ്റം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഡെസിമൽസ് വരുന്നുണ്ട്, LCM വരുന്നുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് വരും, ആൻഡ് മെൻസുറേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് വരും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, സ്ക്വയർ റൂട്ട്, കാലണ്ടർ ആൻഡ് ക്ലോക്ക്, ബോട്ട് മാസ് റൂൾ, ഫ്രാക്ഷൻസ്, HCF, പെർസെൻറ്റേജ്, ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്, SICA യൂണിറ്റ്സ്, ആൾജിബ്ര, എലമെന്ററി സ്റ്റാറ്റിക്സ്, കാൽക്കുലേഷൻ ആൻഡ് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് എന്ത് വരിക, മാത്സിൽ പഠിക്കാനായിട്ട് വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ അറിയാമല്ലോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ റീസണിങ് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് അറിയാലോ, നിങ്ങൾക്ക് റീസണിങ് പ്രോബ്ലംസ് ആൻഡ് അനലോഗീസ് വരും, അനലോഗീസ് പ്രോബ്ലംസ് വരും, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ദെൻ റിലേഷൻഷിപ്സ് വരും അല്ലേ, ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം വരും. ദെൻ ജംബ്ലിംഗ് പ്രോബ്ലംസ് വരും, ജംബ്ലിംഗ് വരും, DA ആൻഡ് സഫിഷ്യൻസി വരും, സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് റിലേറ്റഡ് പ്രോബ്ലംസ് വരും, ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആർഗ്യുമെന്റ്സ് അല്ലെ, സ്റ്റേറ്റ്മെന്റ്സ്, ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ആൽഫബറ്റിക്കൽ സീരീസ് ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, സൈലോജിസം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ വെൻ ഡയഗ്രാംസ്, കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, ന്യൂമറിക്കൽ സീരീസ്, അനലിറ്റിക്കൽ റീസണിങ് ആൻഡ്
ഡയറക്ഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ റീസണിങ്ങും മാത്സും ഒക്കെ നമുക്ക് എല്ലാ എക്സാംസ് പഠിക്കുന്ന ജനറൽ സിലബസ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് തന്നെയാണ് കൂടുതലും എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ കേസിൽ പോയിരിക്കുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് നമുക്ക് റെയിൽവേ എക്സാംസിനെല്ലാം പഠിക്കാൻ വരുന്ന ആ ഒരു സിലബസ് തന്നെയാണ് ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് വന്നിരിക്കുന്നത്. വലിയ ചേഞ്ചസോ കൂടുതൽ ഞെട്ടിക്കുന്ന വലിയ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അല്ലേ, എല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് സയൻസ് വരുമ്പോഴത്തേക്ക് ഇവിടം തൊട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന പോലെ സയൻസ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് സ്പോർട്സ് പോർഷൻസ് ഒക്കെ നോക്കുമ്പോൾ, നിങ്ങൾ മൾട്ടിപ്പിൾ സൈറ്റ്സ് നോക്കുമ്പോൾ അതിനകത്ത് അവർ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടോപ്പിക്സ് അതിനകത്ത് പറയും. ഇപ്പം നിങ്ങൾ പൊളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 2-3 ടോപ്പിക്സ് മാത്രമായിരിക്കും ചില സൈറ്റിൽ അവർ മെൻഷൻ ചെയ്യുക. അപ്പം പലരും ഇത് കണ്ട് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയൻസിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ GK പാർട്ടിന്റെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എക്സാമിന് വളരെയധികം കുറച്ച് കാണാനായിട്ട് നിൽക്കണ്ട. കാര്യം ഇപ്പോഴത്തെ എക്സാം എഴുതിയവരോട് ചോദിച്ചാൽ മതി, അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ മറ്റ് RRB അല്ലെങ്കിൽ SSC എക്സാം സ്വീകരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ CBSE 10th സ്റ്റാൻഡേർഡ് ലെവൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് വരിക. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അങ്ങനെ ജനറൽ സയൻസ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരിക അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് എക്സാംസിനൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ NTPCയുടെ ലെവൽ നോക്കിയാലും സയൻസിൻ്റെയൊക്കെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് ഡി കുറച്ചും കൂടെ ഒരു ലോ ലെവലാണ് പിടിക്കുന്നതാണ് പറയാറുള്ളത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, സയൻസിലൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് വരും, അതൊക്കെ നമ്മൾ ക്ലാസ്സസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന പോലെ അവർ പറയുന്നതിൽ വെറും മിനിമൽ ഒരു സോഴ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ ആയിട്ട് മാത്രം മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്സ് മാത്രമല്ല, ഞാൻ പറഞ്ഞ NTPCയുടെ അല്ലെങ്കിൽ മറ്റ് എക്സാംസിന് വരുന്ന രീതിയിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇത്തവണ അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ജനറൽ സയൻസ് വരുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻസ് ആണ് വരിക. ആൻഡ് നമുക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് പാർട്ട് വരുമ്പോഴത്തേക്ക് കറന്റ് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി അറിയാലോ, എല്ലാ ഏരിയയിൽ നിന്നുള്ള കറന്റ് അഫയേഴ്സ് വരും. ഇപ്പോഴത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോറിൻ റിലേഷൻസ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ, നല്ല സ്പോർട്സ് ഇവന്റ്സ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ് പോർഷൻസ്, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റി ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലേ. പൊളിറ്റി ഒക്കെ മാത്രം വെച്ച് നിൽക്കുകയാണോ, അല്ല, ഹിസ്റ്ററി ഒക്കെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. സോ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നല്ല വൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക അല്ലേ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ നിലവിൽ നടന്ന രീതി വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട അല്ലെ. നമ്മൾ എന്തായാലും മാക്സിമം ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ്, PYQ ഓറിയന്റഡ് ആയിട്ട് സിലബസ് വൈസ് ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ആ ക്ലാസ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്രത്തോളം ടോപ്പിക്സ് നിങ്ങൾ മാക്സിമം കവർ ചെയ്തിട്ട് നിങ്ങളത് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ. സോ അങ്ങനെ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ. വെറുതെ ക്രാക്ക് ചെയ്താൽ പോരെ, നമ്മൾ മാക്സിമം ഹയർ റാങ്കിലേക്ക് എത്തിയിട്ട് എത്രയും വേഗം ജോലി സെക്യൂർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തവണ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയെന്നുണ്ടെങ്കിലും അത് ചെറിയ ചില തയ്യാറെടുപ്പുകളുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്ത് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി വളരെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം ബാക്കി സമയം നമ്മൾ എന്തിനു വേണ്ടി പ്രയോറിറ്റി കൊടുക്കണം, നമ്മൾ റിവിഷനെ പ്രയോറിറ്റി കൊടുക്കണം. അത് വെറുതെ ഉള്ള റിവിഷൻ ആണോ, പക്ക PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷന് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അതേ നമ്മൾ ഒരു സൈഡിൽ സിലബസ് കവർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും ചെയ്തിരിക്കണം, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ PYQ ബേസ്ഡ് ഉള്ള റിവിഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ ചാർട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ പലർക്കും വരുന്ന സംശയം എന്ന് പറയുന്ന സിലബസ് എയർലി കവർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നു. എങ്ങനെ കവർ ചെയ്യും, എത്രത്തോളം പഠിച്ചാൽ കവർ ചെയ്യും, ഇതൊക്കെ പലർക്കും ഒരു സംശയമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ തരുന്ന ഉറപ്പെന്ന് പറയുന്നത് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഏർലി നമുക്ക് എന്ത് കവർ ചെയ്യാം, സിലബസ് നമുക്ക് പക്കായിട്ട് കവർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാക്കി സമയം നമുക്ക് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, PYQ ബേസ്ഡ് റിവിഷൻസിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അത് ലൈവ് സെക്ഷൻസ് ആയിട്ടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ആ സെക്ഷൻസിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ എന്നോട് ക്വസ്റ്റ്യൻസ് വെറുതെ പഠിച്ചു പോയാണോ, ഇല്ല, കൃത്യമായിട്ട് റെഗുലർ ബേസിസിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം അല്ലേ. സോ നിങ്ങൾ പലരും ഈ പറഞ്ഞ റിവിഷൻ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് പലയിടത്തും പോയി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള PYQ ഓറിയന്റഡ് പ്രാക്ടീസും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ കറന്റ് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വീക്ക്ലി, മന്ത്ലി, ഡെയിലി ബേസിൽ സെക്ഷൻസ് ഉണ്ടാകും. ആൻഡ് ടോപ്പിക് വൈസ് സെക്ഷൻസും എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുമ്പോൾ അതിൻ്റെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, സോ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എത്രയും വേഗം ഇൻട്രസ്റ്റ് ഉള്ളത് നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി, നമ്മുടെ ഈ വർഷത്തെ 2026 ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യണമെന്ന് അങ്ങേ അറ്റത്ത് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും നല്ല സമയമാണ്.
ഏറ്റവും സമാധാനത്തോടെ പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ടൈമാണ്. ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് സമയം മുന്നിൽ കിടക്കുകയാണ്. സോ അവസാനത്തെ ഹറിയിലേക്ക് പോകാതെ എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. See you, all the best.